ഈ അങ്കമാലി ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടിട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതിയുടെ 50% സർക്കാർ വഹിക്കും. കിഫ്ബി വഴി 1900 കോടി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായിട്ടുള്ളത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത് പറയും. രാഖിയ ശബരി റെയിൽവേ പാത, അത് എറണാകുളം അങ്കമാലി എരുമേലി റെയിൽവേ പാത, അതിൻ്റെ പദ്ധതി ആരംഭിക്കുന്നുള്ള വീണ്ടും ചിറക് മുളയ്ക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 1997-98 കാലത്തിലാണ് ഇത്തരത്തിൽ ഇത് പദ്ധതി ബജറ്റിലൊക്കെ ഉൾക്കൊള്ളിക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് പല സർക്കാരുകൾ മറിഞ്ഞു വന്നെങ്കിൽ പോലും പദ്ധതിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അത് ഈ ചുവപ്പ് നാടുകളിലടക്കം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ആണ് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. തുടർന്നാണ് വീണ്ടും ഈ ചർച്ചകൾ, ഈ ശബരിപാതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാവുകയും കേന്ദ്ര സർക്കാർ അതിൻ്റേതായിട്ടുള്ള ഒരു അനുകൂല നടപടി പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനേക്കുള്ള ഒരു അനുകൂല നടപടി സ്വീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതേ തുടർന്നാണ് വീണ്ടും ഈ ശബരി റെയിൽവേ പാത എന്ന കാര്യം വീണ്ടും ചർച്ചയ്ക്ക് വരികയും അത് വീണ്ടും അതിന് ചിറകുകൾ മുളയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും തീരുമാനമുണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ പദ്ധതി വിഹിതത്തിൻ്റെ പകുതി വിഹിതം വഹിക്കാമെന്ന നിലയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന് അനുമതി നൽകുകയും ചെയ്തു. അതായത് ഏകദേശം 1900 കോടി രൂപ ഇതിനു വേണ്ടി അനുവദിക്കുന്ന വകവരുത്തുകയും ചെയ്തു. അത് കിഫ്ബി വഴി അനുവദിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടുകൂടി തന്നെ പദ്ധതി യാഥാർത്ഥ്യത്തിലാകും. ഇപ്പോൾ തന്നെ നിലവിലൊരു 9 കിലോമീറ്ററോളം ദൂരം അങ്കമാലിയിൽ നിന്നും കാലടി വരെയുള്ള ഒരു 9 കിലോമീറ്റർ ദൂരത്തിൻ്റെയൊക്കെ പണി പൂർണ്ണമായും ഒരു 90% പൂർത്തിയായിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. തുടർന്ന് ഇനി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളടക്കം ഉണ്ടാക്കുകയും ചെയ്യും. അതോടുകൂടി തന്നെ പദ്ധതിക്ക് വീണ്ടും യാഥാർത്ഥ്യമാക്കുകയും പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യമൊക്കെ തീർക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ഏറ്റവും ഗുണകരമായി മാറുന്നത് ശബരിമല തീർത്ഥാടകർക്കാണ്. കാരണം ശബരിമല തീർത്ഥാടകർക്ക് സന്നിധാനത്തിലേക്ക് പോകാനടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും എളുപ്പമായ രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗമായിട്ട്, ഒരു റെയിൽ മാർഗ്ഗമായിട്ട് ഇത് വരും എന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും അതിനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടി വന്നിരിക്കുന്നത്. ഈ പദ്ധതി വിഹിതത്തിൻ്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കാമെന്ന കാര്യത്തിലേക്ക് തീരുമാനമാവുകയും അതിൽ തുക വകയിരുത്തുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുമെന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഗി, കാലമായി പറഞ്ഞു കേൾക്കുന്നതാണ് ശബരി റെയിൽപാത അല്ലേ? അത് നടപ്പാക്കാൻ വേണ്ടി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ ഒരു വിഹിതം സംസ്ഥാന സർക്കാർ നൽകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രയും കാലമായിട്ട് അവർ അതിന് വിഹിതം മാറ്റി വെക്കാത്തത് കൊണ്ട് നീണ്ടുപോയി. പക്ഷേ ഇപ്പോൾ സർക്കാർ അതുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഇതൊക്കെ ഒരു പ്രഖ്യാപനമായി തന്നെ നിലനിന്ന് പോകുമോ നടപ്പാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇതെല്ലാം എല്ലാവരുടെയും, എല്ലാ ഭക്തർക്കൊപ്പവും, അയ്യപ്പ ഭക്തർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് വരുത്തി വെക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്നുള്ളത്. അത് മാത്രവുമല്ല, ഈ തുടർഭരണം കിട്ടിയിട്ടും ഈ കാലയളവിൽ സർക്കാർ ചെയ്തത് എന്താണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ നല്ല ഒരു പദ്ധതി നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒന്ന് ജനങ്ങൾ തിരിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും അവതരിപ്പിക്കണ്ടേ? ഒരു പ്രഖ്യാപനമായിട്ടെങ്കിലും കാണിക്കണ്ടേ? അതിനെ കുറച്ച് വോട്ട് കിട്ടും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ. എന്തായാലും നടപ്പായാൽ നല്ല കാര്യം. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ശബരി റെയിൽപാത വരുന്നത് വലിയ അനുഗ്രഹമായി മാറും.